ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീം കുക്കിംഗ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബന്നുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യുക. ഞാനിപ്പം 4 ബന്നാണ് ഈ അളവിന് എനിക്ക് കിട്ടുന്നുള്ളത്. ഇത് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഈസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം. ഇതിലുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ഉപയോഗിക്കുക, എന്നാലേ ഇത് ബന്ന് ശരിയാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് മൈദ ആഡ് ചെയ്ത് വേണം മിക്സാക്കാൻ. ഇത് നന്നായി മിക്സ് ചെയ്യുക, കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴക്കാനുള്ള എഫക്റ്റ് കുറഞ്ഞു കിട്ടും. നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ മിക്സ് ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം. ഡേറ്റൊക്കെ കഴിഞ്ഞതൊന്നും എടുക്കരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബന്ന് കിട്ടണമെങ്കിൽ ഈസ്റ്റും എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കണം. ബട്ടർ ആയാലും എല്ലാം തണുപ്പുള്ളത് എടുത്തുകൂടാ, ഇതന്നെ എടുക്കണം. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുക്കണം. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുഴക്കേണ്ട എഫക്റ്റ് കുറഞ്ഞു കിട്ടും. ഇത് നന്നായി മൈദ ഇടുക, കുഴക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഞാനിതിൽ 1.25 കപ്പാണ് മൈദയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായി ഇതുപോലെ കുറച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ കുഴക്കണം. സമയം നോക്കി വെച്ച് കുഴക്കണം, ഇല്ലെങ്കിൽ ബന്ന് ശരിയാവില്ല. ബന്ന് ശരിയാണെങ്കിൽ അതിൻ്റെ മിക്സിങ് ശരിയായിരിക്കണം. ഇനി ഇതിൽ നിന്ന് മൈദ മാവ് മാറ്റി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ നിന്ന് മാവൊക്കെ എടുത്ത് മാറ്റി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഒരു 20 മിനിറ്റ് കുഴച്ചെടുക്കാം. സമയം നോക്കി കുഴച്ചെടുക്കാം. കുറച്ചുകൂടി മൈദ ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് നന്നായി വീണ്ടും കുഴച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മിക്സിങ് ശരിയായാലേ ബണ്ണ് ശരിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് നന്നായി കുഴച്ചെടുക്കുക. ഇത് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റായി എടുക്കണം. അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനാക്കി അതിൽ വെച്ച് ഒരു 10 മിനിറ്റ് നന്നായി ഇതുപോലെ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് ഇങ്ങനെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബന്നില്ലേ, അതേപോലത്തെ ബന്ന് ഇങ്ങനെ ചെയ്താൽ കിട്ടും. എല്ലാം ശ്രദ്ധിച്ചാൽ അതേപോലുള്ള ബന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇപ്പം നല്ലോണം കൈയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. മൈദപ്പൊടി കൂടാൻ പാടില്ല, കുറച്ചിട്ടിട്ട് ചെയ്യാൻ പറ്റൂ. മൈദപ്പൊടി കൂടിയാൽ ബന്ന് ഭയങ്കര ഹാർഡായി കിട്ടും. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്ത് 20 മിനിറ്റ് കുഴച്ചാൽ ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് ഒരു 1.5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ട് മാവ് റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ മാവ് നല്ല റെഡിയായി, നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്ന് ഇത് കാണുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. നന്നായി കുഴച്ച് ഇനി ഇത് ഓരോരോ ഉരുളകളാക്കി എടുക്കാം. ഇതിപ്പം കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി മുറിച്ചെടുക്കാം. ഒരു കത്തി വെച്ചോ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് നല്ല മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഓരോരോ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എല്ലാ മാവും ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി
ഈ എയർ ഫ്രയറിൽ ബട്ടർ പേപ്പർ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിൽ ഒക്കെ ബേക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോന്നായിട്ട് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്യാം. ഇത് മുഴുവനായി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം. നന്നായി തേച്ച് കൊടുത്ത് ഓരോന്നിലും നന്നായി ഇത് നല്ല കളർ വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്നുമില്ല, സിമ്പിളാണ് ഇത്. ഇനി ബേക്ക് ചെയ്തെടുക്കാം. എയർ ഫ്രൈൻ്റെ ഉള്ളിൽ വെച്ച് 140 ഡിഗ്രി സെൽഷ്യസിൽ 1/4 മണിക്കൂർ ബേക്ക് ചെയ്യാം. ബന്ന് റെഡി ആയിട്ടുണ്ട്. നോക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്ന് റെഡി ആയിട്ടുണ്ട്.